നമസ്കാരം. മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോ ഭീമനെ സഹദേവൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. ഈ സമയത്ത് ദ്രോണരും അർജുനനും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. അവര് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ആ യുദ്ധം ദീർഘനേരം നീണ്ടു നിന്നു. ദിവ്യമായ അസ്ത്രങ്ങൾ ദ്രോണർ പ്രയോഗിച്ചപ്പോൾ അതിനെ അതേ തരത്തിലുള്ള അസ്ത്രങ്ങൾ കൊണ്ട് തിരിച്ച് അർജുനൻ തടഞ്ഞു. ഇങ്ങനെ പോയാൽ ദ്രോണർ വധിക്കാതെ കൗരവരെ ജയിക്കാൻ കഴിയില്ലെന്ന് വാസുദേവന് മനസ്സിലായി. അതിനായി ഒരു ഉപായം പ്രയോഗിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ആയുധം താഴെ വെച്ചാൽ മാത്രമേ ദ്രോണരെ വധിക്കാൻ പറ്റൂ. അത് നേരായ മാർഗത്തിൽ നടക്കില്ല. അശ്വത്ഥാമാവ് മരിച്ചാൽ ദ്രോണർ ആയുധം താഴെ വയ്ക്കും. എന്ന് വെച്ചാൽ അശ്വത്ഥാമാവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രാണനായിട്ടുള്ള മകനാണ് ദ്രോണാചാര്യരുടെ. അപ്പൊ അവൻ എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അസ്തപ്രജ്ഞനാവും. പിന്നെ ആർക്കു വേണ്ടി ജീവിക്കുന്നു എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ആ സമയം അദ്ദേഹം ആയുധം താഴെ വയ്ക്കും. അപ്പൊ അത് മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ അശ്വത്ഥാമാവ് മരിച്ചാൽ ദ്രോണർ ആയുധം താഴെ വയ്ക്കും. അപ്പൊ അതുകൊണ്ട് അശ്വത്ഥാമാവ് മരിച്ചു എന്ന കളവ് ആരെങ്കിലും ദ്രോണാചാര്യരോട് പറയണം. ഇപ്രകാരം നുണ പറയുന്നതിന് ധനഞ്ജയൻ എതിർപ്പ് പ്രകടിപ്പിച്ചു. ധനഞ്ജയൻ അർജുനൻ. യുധിഷ്ഠിരനും ആദ്യം സമ്മതിച്ചില്ല. എന്നാൽ കൃഷ്ണന്റെ നിർബന്ധത്തിന് വഴങ്ങി പിന്നീട് സമ്മതിക്കുകയുണ്ടായി. പാണ്ഡവവശത്തുള്ള മാളവ രാജാവായ ഇന്ദ്രവർമ്മന് അശ്വത്ഥാമാവെന്ന് പേരുള്ള ഒരു ആന ഉണ്ടായിരുന്നു. ഭീമൻ ഉടനെ പോയി ആ ഗജേന്ദ്രനെ തല്ലിക്കൊന്നു. എന്നിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ദ്രോണരുടെ അടുത്ത് പോയി അലറി, അശ്വത്ഥാമാവ് മരിച്ചു, അശ്വത്ഥാമാവ് മരിച്ചു. വാസ്തവത്തിൽ ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് യുദ്ധഭൂമിയിൽ മറ്റെവിടെയോ നിന്ന് യുദ്ധം ചെയ്യുകയായിരുന്നു. തനിക്ക് ഏറ്റവും മനോവേദന ഉളവാക്കുന്ന വാക്കുകൾ കേട്ടപ്പോൾ ദ്രോണർ ഒന്ന് ഞെട്ടി. എങ്കിലും തന്റെ മനന്റെ കഴിവുകൾ അറിയാമായിരുന്നത് കൊണ്ട് അദ്ദേഹം സംഹാര താണ്ഡവം തുടർന്നുകൊണ്ടേയിരുന്നു. ഈ സമയം വിശ്വാമിത്രൻ, ജമദഗ്നി, വസിഷ്ഠൻ, ഗൗതമൻ, ഭരദ്വാജൻ, കശ്യപൻ, അത്രി തുടങ്ങിയ ഏതാനും ബ്രഹ്മർഷികൾ പോർക്കളത്തിൽ ദ്രോണാചാര്യരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ പറഞ്ഞു, എടോ ദ്രോണ, വേദവേദാംഗ വിത്തും സത്യധർമ്മസ്ഥനും വിശേഷിച്ച് ബ്രാഹ്മണനുമാണ് ഭവാൻ. അങ്ങേക്കൊട്ടും ചേർന്നതല്ല ഭവാൻ ചെയ്യുന്നത്. എത്ര പേരെയാണ് യുദ്ധത്തിൽ വധിച്ചത്, ഇനിയും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആയുധം വെച്ച് മോഹം വെടിഞ്ഞ് നിത്യമായ മാർഗം സ്വീകരിക്കുക. നിനക്ക് മർത്യലോകത്തിൽ വാഴേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. അശ്വത്ഥാമാവ് ഹതനായി എന്ന ഭീമന്റെ വാക്കും ബ്രഹ്മർഷിമാരുടെ ഉപദേശവും കേട്ടപ്പോൾ ദ്രോണർക്ക് പോരിൽ മടുപ്പ് തോന്നി. അദ്ദേഹം അടുത്തു നിന്ന യുധിഷ്ഠിരനോട് ചോദിച്ചു, എന്റെ പുത്രൻ ജീവിച്ചിരിപ്പുണ്ടോ? ദ്രോണർക്ക് യുധിഷ്ഠിരനെ ബാല്യം മുതൽക്കേ അറിയാം. യുധിഷ്ഠിരൻ അസത്യം പറയുകയില്ല. അതുകൊണ്ടാണ് യുധിഷ്ഠിരനോട് ചോദിച്ചത്. ഇപ്രകാരം സംഭവിക്കുമെന്ന് മുൻകൂട്ടി അറിയാമായിരുന്നത് കൊണ്ട് വാസുദേവൻ യുധിഷ്ഠിരന് വേണ്ട ഉപദേശം കൊടുത്തിരുന്നു. അപ്പോൾ ഭീമനും പറഞ്ഞു, രാജാവേ, അശ്വത്ഥാമ എന്ന ആനയെ ഞാൻ കൊന്നു. നമ്മുടെ ശ്രേയസ് മാനിച്ച് വസുദേവൻ പറയുന്നത് കേൾക്കുക. കൃഷ്ണന്റെയും ഭീമന്റെയും പ്രേരണയ്ക്ക് വശംവദനായ യുധിഷ്ഠിരൻ ധൈര്യം സംഭരിച്ച് ദ്രോണരോട് പറഞ്ഞു, അശ്വത്ഥാമ ഹത കുഞ്ചരസ്യ. കുഞ്ചരസ്യ എന്ന് പറഞ്ഞാൽ ആന എന്നാണ് അർത്ഥം. അശ്വത്ഥാമാവ് മരിച്ചു, അല്ലെങ്കിൽ അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു. അത് ഒരു ആനയായിരുന്നു എന്നുള്ളത് പതുക്കെ കുഞ്ചരസ്യ. അശ്വത്ഥാമ ഹത എന്ന് ഉറക്കെ പറയുകയും കുഞ്ചരസ്യ എന്നത് പതുക്കെ പറയുകയും ചെയ്തു. അശ്വത്ഥാമാവ് ഹത എന്ന് ദ്രോണർ കേട്ടു. ധർമ്മപുത്രന്റെ മുഖത്ത് നിന്ന് അത് കേട്ടപ്പോൾ എന്റെ മകൻ മരിച്ചു എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ദ്രോണരെ വധിക്കുന്നത് തന്റെ കർമ്മമായ ബോധ്യമായ ദുഷ്ടദ്യുമ്നൻ ദ്രോണരെ എതിർത്തു. അദ്ദേഹം വീര്യം നഷ്ടപ്പെട്ടവനായി. അദ്ദേഹത്തിന്റെ മരണം ആസന്നമായി എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. എങ്കിലും ദുഷ്ടദ്യുമ്നെ തേരാളിയെയും കുതിരകളെയും കൊന്ന് അദ്ദേഹത്തെ വിരഥനാക്കി. ഈ സമയം ഭീമൻ തന്റെ തേർ ആചാര്യന്റെ തേരിനോട് ചേർത്ത് നിർത്തി. എന്നിട്ട് പറഞ്ഞു, ക്ഷത്രിയ ധർമ്മമാണ് യുദ്ധം, ബ്രാഹ്മണന്റേതല്ല. വേദശാസ്ത്രം പഠിച്ച അങ്ങ് എത്ര ആയിരം പേരെയാണ് കൊന്നത്. ഓമനപുത്രനും മരിച്ചു. എന്നിട്ടും എന്തിനു വേണ്ടിയാണ് അങ്ങ് യുദ്ധം ചെയ്യുന്നത്?
ഭീമന്റെ വാക്ശരങ്ങളേറ്റ് ഹൃദയം പിടഞ്ഞ ദ്രോണർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദുര്യോധന, കൃപ, കർണ, ഞാനിതാ ശസ്ത്രം കൈവെടിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ശുഭം ഭവിക്കട്ടെ. അനന്തരം ഉണ്ണി അശ്വത്ഥാമാവേ, നീ എന്നെ വിട്ടുപോയോ എന്ന് നിലവിളിച്ചുകൊണ്ട് അദ്ദേഹം തേർത്തട്ടിലിരുന്നു. യോഗാസനസ്ഥനായി മുഖം തെല്ലുയർത്തി ഊർധ്വദൃഷ്ടിയായി ഓം എന്ന ഏകകാല മന്ത്രം, പ്രണവ മന്ത്രം അദ്ദേഹം ദീർഘമായി ജപിച്ചു. അദ്ദേഹത്തിൽ നിന്ന് ഒരു ജ്യോതിസ് വേർപെട്ടുയർന്നു. ക്ഷണനേരം കൊണ്ട് ആ പ്രഭ അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ചു. പോർക്കളം മുഴുവൻ സ്തംഭിച്ചു. വായു നിശ്ചലമായി. ദുഷ്ടദ്യുമ്നൻ വില്ല് താഴെ വെച്ച് വാൾ കയ്യിലെടുത്തു. തേർത്തട്ടിലെത്തി ദ്രോണരുടെ നേർക്ക് കുതിച്ചു. കണ്ടു നിന്നവരെല്ലാം അരുതേ അരുതേ എന്ന് ഏകകണ്ഠമായി വിളിച്ചു പറഞ്ഞു. പാഞ്ചാലൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. അവൻ ആചാര്യന്റെ തേരിൽ ചാടിക്കയറി ആചാര്യന്റെ തലമുടിക്ക് ചുറ്റിപ്പിടിച്ചു. കൊല്ലരുതേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് അർജുനൻ ഓടി വന്നു. എന്നാൽ അപ്പോഴേക്കും അംഗക്കലി ബാധിച്ചിരുന്ന ദുഷ്ടദ്യുമ്നൻ ആചാര്യന്റെ കണ്ഠം ഛേദിച്ചു. ദ്രോണന്റെ തല കൗരവ സൈന്യത്തിന്റെ മധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു. രണഭൂമി മരവിച്ച പോലെയായി. എല്ലാവരും ഇടിവറ്റേറ്റതുപോലെ തരിച്ചു നിന്നു. എങ്ങും നിശബ്ദത പരന്നു. കൗരവ സൈന്യം അനാഥമായി തീർന്നു. അവർ ദുർബലരായി. പാണ്ഡവർക്ക് കുണ്ഠിതമുണ്ടായി. എന്നാൽ ശത്രു സൈന്യത്തിന്റെ സർവ്വസൈന്യാധിപനെ വധിച്ചിരിക്കുന്നു. അത് വലിയ വിജയമാണ്. കൗരവ സൈന്യത്തെ വീണ്ടും ആക്രമിക്കുവാൻ തുടങ്ങി. ദ്രോണപതനം കണ്ട് ഭടന്മാർ പേടിച്ചു വിറച്ച് ഓടിക്കളഞ്ഞു. ശകുനി തടി തപ്പി. ശല്യർ ഭയപ്പെട്ട് പിന്മാറി. കൃപർ കഷ്ടം കഷ്ടമെന്ന് പറഞ്ഞ് പോർക്കളം വിട്ടുപോയി. കൃതവർമാവ് കുതിരപ്പയർത്ത് കയറി ഓടിച്ചുപോയി. ഉലൂകനും ദുശാസനനും വൃഷസേനനും പടക്കളം വിട്ട് പലായനം ചെയ്തു. ഈ സമയത്താണ് അശ്വത്ഥാമാവ് പടക്കളത്തിലേക്ക് വരുന്നത്. ഓടുന്ന കൗരവപ്പടയെ കണ്ട് ദ്രൗണി ദുര്യോധനനോട് കാര്യം അന്വേഷിച്ചു. ഒന്നും അശ്വത്ഥാമാവിനോട് പറയാൻ കഴിയാതെ അവശനായിരുന്ന ദുര്യോധനന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൻ സമീപത്ത് നിന്ന കൃപാചാര്യരെ ദയനീയമായി നോക്കി. അജാതശത്രു അസത്യം പറഞ്ഞതും ദ്രോണാചാര്യർ ആയുധം താഴെ വെച്ചതും ദൃഷ്ടദ്യുമ്നൻ ആചാര്യനെ വധിച്ചതും കൃപർ അശ്വത്ഥാമാവിനോട് പറഞ്ഞു. അച്ഛന്റെ മരണവൃത്താന്തം കേട്ട് ദ്രോണപുത്രർ ചവിട്ടേറ്റ സർപ്പത്തെ പോലെ അത്യന്തം കോപിഷ്ഠനായി. അവൻ പറഞ്ഞു, ദുര്യോധന, പോരിൽ ഏർപ്പെട്ടവർക്ക് ജയമോ തോൽവിയോ രണ്ടിലൊന്ന് നിശ്ചയമാണ്. എന്റെ അച്ഛൻ വീരലോകം പ്രാപിച്ചു എന്നതിൽ എനിക്ക് സംശയമില്ല. അപ്രകാരം മരിച്ചവർ ഒരിക്കലും ശോച്യനല്ല. എങ്കിലും ആ പാഞ്ചാലനന്റെ അച്ഛന്റെ മുടിക്ക് ചുറ്റിപ്പിടിച്ച് കഴുത്തറുത്തതോർക്കുമ്പോൾ എന്റെ മർമ്മം പിളരുന്നു. ഞാൻ ജീവിച്ചിരിക്കെ എന്റെ അച്ഛൻ അപമാനിതനായതിനാലാണ് എന്റെ ഖേദം. ദുഷ്ടദ്യുമ്നെ ഞാൻ കൊല്ലും. പാഞ്ചാലരെ ഒക്കെ സർവശക്തിയും പ്രയോഗിച്ചു മുടിക്കും. ഇത് സത്യം. ദ്രോണപുത്രന്റെ പ്രതിജ്ഞ വീര്യം നശിച്ച കൗരവപ്പടയ്ക്ക് മൃതസഞ്ജീവിനി പോലെയായി. ഓടിപ്പോയ അവർ കടൽത്തിര പോലെ തിരിച്ചു വന്നു. ദ്രോണവധത്തോടെ കൗരവപ്പട രണഭൂമി വിട്ടുപോകുമെന്നാണ് യുധിഷ്ഠിരാദികൾ കരുതിയത്. എന്നാൽ അന്നുവരെ കേൾക്കാത്ത ഇടിനാദം പോലെയുള്ള മുഴക്കം കേട്ട് ധർമ്മപുത്രർ ചോദിച്ചു, ദ്രോണർ മരിച്ചപ്പോൾ ഓടിപ്പോയ പട അമിത ആവേശത്തോടെ യുദ്ധസന്നദ്ധരായി വരുന്ന ശബ്ദം കോലാഹലമാണല്ലോ കേൾക്കുന്നത്. അർജുനൻ പറഞ്ഞു, രാജാവേ, ആ ഗർജനം കേട്ടിട്ട് അങ്ങേക്ക് ആളെ മനസ്സിലായില്ലേ? ദ്രോണന്റെ വത്സലപുത്രൻ കൃപീസുതൻ. കൃപീസുതൻ എന്ന് പറഞ്ഞാൽ ദ്രോണരുടെ ഭാര്യയുടെ പേര് കൃപി എന്നാണ്. കൃപിയുടെ സഹോദരനാണ് കൃപാചാര്യർ. അപ്പൊ കൃപീപുത്രൻ പോരിൽ ദേവേന്ദ്രന് തുല്യൻ. അനാഥനെ പോലെ ആരെയൊക്കെയാണോ അസത്യമായ ക്രിയ കൊണ്ട് ദൃഷ്ടദ്യുമ്നൻ കൊന്നത്, അവനുള്ള കാലന്റെ ഗർജനമാണ് അങ്ങ് കേൾക്കുന്നത്. എന്റെ ഗുരുനാഥന്റെ മുടിയിൽ പാർഷദൻ പിടികൂടി. അത് ദ്രൗണി പൊറുക്കുകയില്ല. അവനോട് എതിർക്കാൻ ഞാൻ തയ്യാറല്ല. അങ്ങ് ധർമ്മജ്ഞനാണ് പോലും. എന്നിട്ട് ചെയ്തതോ ഉത്കടമായ അധർമ്മം. രാജ്യം കൊതിച്ച് അസത്യം കൊണ്ട് അങ്ങ് ഗുരുപൂജ ചെയ്തു. ഈ ചരാചരമുള്ള കാലത്തോളം ഭവാനി ദുഷ്കീർത്തി നിലനിൽക്കും. ആചാര്യനെ കൊല്ലരുതെന്ന് ഞാൻ വിളിച്ചാർത്തു. എന്നിട്ടും അദ്ദേഹത്തെ കൊന്നു. അദ്ദേഹത്തിന്റെ മകനേക്കാൾ കൂടുതൽ അദ്ദേഹം എന്നെ സ്നേഹിച്ചിരുന്നു. എന്റെ മുന്നിൽ വെച്ച് ഞാൻ കാണെ അദ്ദേഹം വധിക്കപ്പെട്ടു.
ഞാൻ എന്തിന് ജീവിച്ചിരിക്കുന്നു, ഇനി ചാവുകയാണ് നല്ലത്. അർജുനന്റെ വാക്ക് കേട്ട് ഭീമന് ദേഷ്യം വന്നു. ഭീമൻ എന്തൊക്കെയോ അർജുനെ പറഞ്ഞു. കാരണം ഇത് യുദ്ധഭൂമിയാണ്. യുദ്ധഭൂമിയിൽ ഗുരുവെന്നോ ശിഷ്യനെന്നോ ഇല്ല, പോരാളികൾ മാത്രമേ ഉള്ളൂ. നമ്മളെ എതിർക്കുന്നവരോട് നമ്മൾ തിരിച്ചെതിർക്കുകയാണ് വേണ്ടത്. അതിനെന്തിനാണ് ജ്യേഷ്ഠനെ വഴക്ക് പറയുന്നത്? അർജുന, അത് ശരിയല്ല. നീ യുദ്ധം ചെയ്യുന്ന ക്ഷത്രിയനാണ്, നീ ആ യുദ്ധം മാത്രം ചെയ്യുക എന്ന് ഭീമൻ അർജുനനെ വഴക്കു പറഞ്ഞു. ദുഷ്ടദ്യുമ്നന് അർജുനെ വഴക്കു പറഞ്ഞു. ദുഷ്ടദ്യുമ്നും അർജുനെ കുറെ വഴക്ക് പറഞ്ഞു. എന്തിനാണ് യുദ്ധം ചെയ്യാൻ വന്ന? ഇന്ന് 15-ാം ദിവസമായി. ദ്രോണാചാര്യരെ വധിക്കുക എന്നുള്ളത് നമ്മുടെ ക്ഷത്രിയ ധർമ്മമാണ്. അത് മാത്രമല്ലേ ചെയ്തുള്ളൂ. അതിനങ്ങ് എന്തിനാണ് ഇത്രയേറെ ദുഃഖിക്കുന്നത്? അച്ഛനും ബന്ധുമിത്രാദികളും സഹോദരങ്ങളും പുത്രന്മാരും ഒക്കെ എത്രയോ മരിച്ചു. അപ്പോഴൊന്നും അങ്ങേക്ക് ദുഃഖം ഉണ്ടായില്ലേ? അതുകൊണ്ട് എന്തിനങ്ങ് ദുഃഖിക്കുന്നു എന്ന് പറഞ്ഞ് ദുഷ്ടദ്യുമ്നന് അർജുനെ വഴക്ക് പറഞ്ഞു. അപ്പൊ ഭീമനും ദുഷ്ടദ്യുമ്നും അർജുനെ വഴക്ക് പറഞ്ഞപ്പോ സാത്വികയ്ക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ സാത്വികയ്ക്ക് ദേഷ്യം വന്നു. അപ്പൊ അങ്ങനെ സാത്വികി ഭീമനെയും ദുഷ്ടദ്യുമ്നെയും വഴക്ക് പറയാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും പുലഭ്യം പറഞ്ഞ സാത്വികി ഗദയുമായി പാഞ്ചാലന്റെ നേർക്ക് പാഞ്ഞു. ഭീമൻ ഇടപെട്ട് ഇടയ്ക്ക് കയറി തടഞ്ഞത് കൊണ്ട് അനിഷ്ടമൊന്നും സംഭവിച്ചില്ല. സാത്വികയെ ബലമായി പിടിച്ച് ഭീമൻ ദൂരെ കൊണ്ടുപോയി. കൃഷ്ണനും യുധിഷ്ഠിരനും മറ്റും ചേർന്ന് പലതും പറഞ്ഞ് സാത്വികയെ സമാധാനിപ്പിച്ചു. ഛിന്ന ഭിന്നമായ കൗരവ സൈന്യത്തെ തടുത്തുകൂട്ടി അവരിൽ വീര്യം പകർന്ന ദേവസേനയെ നയിക്കുന്ന ദേവേന്ദ്രനെ പോലെ ശോഭിച്ച അശ്വത്ഥാമാവ് സിംഹഗർജനത്തോടെ പോർക്കളത്തിൽ പ്രവേശിച്ചു. ദിവ്യാസ്ത്രങ്ങൾ ഒന്നുമില്ലാതെ നാരായണാസ്ത്രം കൊണ്ടാണ് പ്രതിയോഗിയെ സംഹരിക്കാൻ അശ്വത്ഥാമാവ് തീരുമാനിച്ചത്. ഭഗവാൻ നാരായണൻ ദ്രോണന് നൽകിയതാണ് നാരായണാസ്ത്രം. അത് കൊടുക്കുമ്പോൾ ഭഗവാൻ ദ്രോണരോട് പറഞ്ഞു, ശത്രുവിനെ ധ്വംസിക്കാതെ ഈ അസ്ത്രം ഒരിക്കലും പിന്തിരിയുകയില്ല. ഇത് ആരെയൊക്കെ കൊല്ലുകയില്ല എന്ന് അറിയാൻ വിഷമമുണ്ട്. അവധ്യത്തെയും ഇത് കൊന്നേക്കും. അതായത് മരണമില്ലാത്തവരെയും ഈ അസ്ത്രം കൊന്നേക്കും. പിന്നെ എതിരാളി, തേര്, ശസ്ത്രം, മറ്റായുധങ്ങൾ എന്നിവയൊക്കെ ത്യജിക്കുകയാണെങ്കിലും എനിക്ക് ജീവൻ തരണേ എന്ന് യാചിക്കുകയാണെങ്കിലും ഈ അസ്ത്രം അങ്ങനെയുള്ളവരെ ദ്രോഹിക്കുകയില്ല. ഈ നാരായണ അസ്ത്രം ആരെ വേണമെങ്കിലും കൊല്ലാം. അത് മരണമില്ലാത്തവരെ പോലും കൊല്ലും. പക്ഷേ ആയുധങ്ങളൊന്നും കയ്യിലില്ല, എന്നെ കൊല്ലരുതേ എന്ന് യാചിക്കുന്നവർ, അങ്ങനെയുള്ളവരെ ഈ അസ്ത്രം ഒന്നും ചെയ്യുകയില്ല. എന്നാൽ ഈ അസ്ത്രം കയ്യിലിരിക്കുന്നവൻ ശോഭിക്കും. ദ്രൗണി ആചമനം കഴിച്ച് ദിവ്യമായ നാരായണ അസ്ത്രം പ്രയോഗിച്ചു. ഉയർന്നു നിന്നിരുന്ന ഗിരിശൃംഗങ്ങൾ തകർത്തു വീഴ്ത്തി. ഇത് കണ്ട് ശ്രീകൃഷ്ണന് മനസ്സിലായി ദ്രൗണി നാരായണ അസ്ത്രം പ്രയോഗിച്ചുവെന്ന്. എല്ലാവരും ആയുധങ്ങൾ ഉപേക്ഷിച്ച് ഭൂമിയിൽ ഇറങ്ങി നിന്ന് നാരായണാസ്ത്രത്തെ സൃജിച്ചാൽ മതി എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞു. അത് കേട്ട് എല്ലാവരും അതുപോലെ ചെയ്തു. എന്നാൽ ഭീമൻ മാത്രം ഭഗവാന്റെ നിർദ്ദേശം പാലിച്ചില്ല. അവൻ ഒരു തേരിൽ കയറി ദ്രൗണിയെ എതിർക്കാൻ ഒരുമ്പെട്ടു. അവന്റെ രഥം അഗ്നിജ്വാലയാൽ മൂടപ്പെട്ടു. ഉടനെ ഭഗവാനും അർജുനും കൂടെ ഓടിച്ചെന്ന് ഭീമനെ തേരിൽ നിന്ന് വലിച്ചിറക്കി അസ്ത്രങ്ങളും പിടിച്ചു മാറ്റി. അതുകൊണ്ട് ഭീമൻ നാരായണാസ്ത്രത്തിന്റെ ബാധയിൽ നിന്ന് മുക്തനായി. ക്രമേണ അസ്ത്രജ്യോതിസ് മാഞ്ഞ അപ്രത്യക്ഷ അവ്യക്തതയാൽ മറഞ്ഞു. ഘോരമായ നാരായണാസ്ത്രത്തിന് പോലും പാണ്ഡവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് വന്നപ്പോൾ ദുര്യോധനും കടുത്ത നിരാശയും ദുഃഖവും ഉണ്ടായി. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചു. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം.